ചുണ്ടിലൊരു കൃത്രിമ ചിരിയൊളിപ്പിച്ച് നമുക്ക് പരിചയമില്ലാത്ത സുഗന്ധങ്ങളും പൂശി പട്ടായ സഞ്ചാരികളെ ക്ഷണിക്കുന്നു. അവളുടെ ദിനവും പൂക്കുന്ന പൂന്തോട്ടത്തിലെ 1 മണിക്കൂർ സഞ്ചാരത്തിന് പട്ടായ പറയുന്ന വില നൽകി സഞ്ചാരികൾ ആർത്തുല്ലസിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രാത്രി ജീവിതം സമ്മാനിക്കുന്ന തെരുവുകൾ, തിരക്കിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും പറുദീസയായ ബീച്ചുകൾ, സങ്കല്പിക്കാൻ പോലുമാകാത്ത വിനോദ കേന്ദ്രങ്ങൾ, സഞ്ചാരാനുഭവങ്ങളുടെ ഒരിക്കലും മടുക്കാത്ത വൈവിധ്യങ്ങളുള്ള പട്ടായ. പക്ഷെ അതിന്റെ ആധുനിക മുഖംമൂടിക്ക് പിന്നിൽ സമ്പന്നവും പരിവർത്തനാത്മകവുമായ ഒരു ചരിത്രം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഒരു ശാന്തമായ മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്ന് ജിയോപൊളിറ്റിക്സും ഭാവനാസമ്പന്നരായ സംരംഭകരും ആഗോള വിനോദസഞ്ചാരത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകളും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു നാടകീയ പരിണാമത്തിന് ഈ നഗരം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പട്ടായയെ ഇന്നത്തെ പട്ടായയാക്കിയത് അവിടെയുള്ള സാധാരണ മുക്കുവരായിരുന്നില്ല. പട്ടായയെ കൊണ്ട് വിവിധ ആവശ്യങ്ങൾ നിറവേറ്റാനുണ്ടായിരുന്ന പുറം ലോകമാണ് അവരങ്ങനെയാക്കിയത്. ആ കഥയിലേക്ക് സ്വാഗതം. പട്ടായ ഉൾപ്പെടുന്ന ഭൗമഭാഗത്തെ ആദ്യകാല മനുഷ്യവാസത്തിന്റെ തെളിവുകൾ നിയോലിത്തിക് കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. അന്നത്തെ പ്രാകൃത നിവാസികൾ ഇന്നത്തെ ഫാൻതോങ് ജില്ലയിലെ പാന്തോങ് നദിയുടെ തീരത്താണ് ചെറിയ കമ്മ്യൂണിറ്റികൾ രൂപീകരിച്ച് വസിച്ചു വന്നത്. ഇത് പതിയെ വികസിച്ച് 7-ാം നൂറ്റാണ്ടോടെ ബാങ് ബക്കോങ് നദിയുടെ അഴിമുഖത്തിനടുത്ത് ഒരു കോട്ട നഗരമായ മുയങ് ഫ്ര റോഡ് രൂപപ്പെട്ടു. ഈ ജനസമൂഹം പ്രസിദ്ധമായ ദ്വാരാവതി സംസ്കാരമാണ് പിന്തുടർന്നിരുന്നത്. അക്കാലത്ത് ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും ലവോസിലും കംബോഡിയയിലും എല്ലാം പ്രചാരത്തിലുള്ളതായിരുന്നു ദ്വാരാവതി സംസ്കാരം. പട്ടായയിലെ ദ്വാരാവതി സമൂഹത്തിന് ചൈനയിലെ ടാങ്, സോങ് രാജവംശങ്ങളുമായും പേർഷ്യയുമായും മെസൊപ്പൊട്ടോമിയയുമായും എല്ലാം വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. പിന്നീട് 11-ാം നൂറ്റാണ്ടിൽ നോങ്മായി ഡേങ്ങിന് സമീപം ഇതേ ജനത മുയങ് ശ്രീഫാലോ എന്ന മറ്റൊരു സാംസ്കാരിക പട്ടണം ഉയർത്തിയെടുത്തു. ഖമർ, വിയറ്റ്നാമീസ്, ചൈനീസ് വ്യാപാരികളുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച് ഇവർ അളവറ്റ സമ്പത്തും വാരിക്കൂട്ടി. പിന്നീട് എക്കലടിഞ്ഞുകൂടിയതിനാൽ 1.5 നൂറ്റാണ്ടിനുള്ളിൽ ഈ പ്രദേശം ക്ഷയിച്ചുപോയി. എന്നാൽ പിന്നീട് പട്ടായയായി മാറിയ പ്രത്യേക പ്രദേശം കിഴക്കൻ തായ്ലൻഡിന്റെ തീരപ്രദേശത്തിന്റെ താരതമ്യേന ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഭാഗമായി തുടർന്നു പോന്നു. അവർ പുതിയ സാംസ്കാരിക വേലിയിറക്കങ്ങളും കച്ചവട സമ്പത്തിലും താല്പര്യമുള്ളവരായിരുന്നില്ല. ഇന്നത്തെ പട്ടായയുടെ കടൽത്തീര നിവാസികളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമായിരുന്നു. അവരുടെ ജീവിതം തായ്ലൻഡ് ഉൾക്കടലിന്റെ വേലിയേറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. തീരത്ത് അവിടെവിടെയായി ചെറിയ ജനവാസ കേന്ദ്രങ്ങളിൽ കടലുമായി ആഴത്തിലുള്ള ബന്ധമുള്ള വലിയ തിരക്കുകളില്ലാത്ത അലസമായ ജീവിതമാണ് അവർ നയിച്ചു പോകുന്നത്. പട്ടായ എന്ന പേരിന്റെ ചരിത്രപരമായ പ്രാധാന്യം പറഞ്ഞാൽ ആ പ്രദേശത്തിന്റെ ചരിത്രം മുഴുവനായെന്ന് പറയാം. 1767 തക്സിൻ മഹാരാജാവിന്റെ ഭരണകാലത്തുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഈ പേരിന്റെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഉത്ഭവം. അന്ന് തക്സിൻ രാജാവും പടിഞ്ഞാറ് നിന്നെത്തിയ നായ്ക്ലോം വംശവുമായി ഈ പ്രദേശത്ത് വലിയ യുദ്ധം നടന്നു. ഈ യുദ്ധത്തെ തുടർന്ന് ഈ പ്രദേശത്തിന് താപ് ഫ്രായ അഥവാ ഫ്രായയുടെ സൈന്യം എന്ന് പേരിടുകയായിരുന്നത്രേ. യുദ്ധം കഴിഞ്ഞ് തക്സിൻ രാജാവും പരിവാരങ്ങളും ബാങ്കോക്കിലേക്ക് മടങ്ങി. പട്ടായയിലെ മുക്കുവർ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക്. പതിയെ തീരത്തെ ശാന്തിയും സമാധാനവും എത്തി. താപ് ഫ്രായ എന്ന പേര് കാലക്രമേണ തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിനെ സൂചിപ്പിക്കുന്ന പട്ടായ എന്നതിലേക്ക് പരിണമിച്ചത് ഇക്കാലത്താണ്. പിന്നീടും തലമുറകളായി പട്ടായ സയാമിന്റെ മറ്റ് ഭാഗങ്ങളിൽ നടന്ന പ്രധാന രാഷ്ട്രീയ സാമ്പത്തിക സംഭവങ്ങളാൽ സ്പർശിക്കപ്പെടാതെ ചെറിയ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ ഒരു കൂട്ടമായി തുടർന്നു. Supporting fire from air mob. After the fighting, copters put 2 Americans were listed as dead. One was a machine gunner, and the second was killed himself. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ലോകക്രമത്തിലുണ്ടായ മാറ്റങ്ങളും സംഘർഷങ്ങളും പട്ടായയുടെ വിധിയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. വിയറ്റ്നാം യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. ഇതോടെ തായ്ലൻഡിൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട 2 സൈനിക താവളങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. തങ്ങളുടെ B-52 ബോംബർ വിമാനങ്ങൾക്ക് വിയറ്റ്നാമിലേക്ക് പറന്നുയരാൻ അമേരിക്ക പട്ടായയ്ക്ക് സമീപം യു ടപ്പാവോ റോയൽ തായ് നേവി എയർഫീൽഡ് പണി കഴിപ്പിച്ചു. ഈ വ്യോമത്താവളമാണ് പിന്നീട് യു ടപ്പാവോ റയങ് പട്ടായ അന്താരാഷ്ട്ര വിമാനത്താവളമായത്. 1965 ഒക്ടോബർ 15 ആരംഭിച്ച് 1966 ജൂൺ 2 അമേരിക്ക വ്യോമത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഇക്കാലത്തെല്ലാം തായ്ലൻഡ് തമ്പടിച്ചിരുന്ന അമേരിക്കൻ സൈനികർക്ക് യുദ്ധത്തിൽ നിന്ന് മാറി ശാന്തമായി വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങൾ ആവശ്യമായിരുന്നു. ആകർഷകമായ ബീച്ചുകളുള്ള ശാന്തമായൊരു മത്സ്യബന്ധന ഗ്രാമമായ പട്ടായ ഈ സൈനികർക്ക് ഒരു ആകർഷകമായ ലക്ഷ്യസ്ഥാനമായി മാറി. സൈനികരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രാദേശിക സംരംഭകർ ഗസ്റ്റ് ഹൗസുകളും ബാറുകളും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ സ്ഥാപിക്കാൻ തുടങ്ങി. 1960കളിൽ പട്ടായയെ ബാങ്കോക്കുമായി ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മിക്കപ്പെട്ടു. ഇത് പട്ടായയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കി. പട്ടായയിലെ ആദ്യത്തെ ഹോട്ടലായ നിപ്പ ലോഡ്ജ് 1961 തുറന്നു. ഇന്നത് പട്ടായ പാലസ് ഹോട്ടലാണ്. അന്ന് കഥയറിയാതെ ആട്ടം കണ്ടിരുന്ന മുക്കുവർക്ക് മനസ്സിലായിരുന്നില്ല ഇത് തങ്ങളുടെ തലമുറകളുടെ വിധി മാറ്റിമറിക്കാനുള്ള തുടക്കമാണെന്ന്. കാര്യങ്ങൾ പതിയെ അമേരിക്കൻ സൈനികരുടെ സൗകര്യത്തിന് ഒത്തുവന്നു. പരിമിതമായ സാമ്പത്തിക സൗകര്യങ്ങളും തൊഴിലവസരങ്ങളും മാത്രമുണ്ടായിരുന്ന പ്രദേശത്തെ ചില സ്ത്രീകൾ പണം കൈവശമുണ്ടായിരുന്ന സൈനികർക്ക് ലൈംഗിക സേവനങ്ങൾ നൽകാൻ തുടങ്ങി. ഇതൊരു സാമാന്യവൽക്കരിക്കപ്പെട്ട പ്രതിഭാസമായിരുന്നില്ല. ചിലർ മാത്രമാണ് ഇതിന് തയ്യാറായിരുന്നത്. ഇന്ന് കാണും പോലെ ആസൂത്രിതമായ ലൈംഗിക വ്യവസായവുമായിരുന്നില്ല. മറിച്ച് പ്രത്യേക ആവശ്യങ്ങളും ധാരാളം പണവും കയ്യിലുള്ള ഒരു വലിയ വിദേശ സൈനിക വിഭാഗത്തിന്റെ സാന്നിധ്യത്തോടുള്ള സ്വാഭാവിക പ്രതികരണമായിരുന്നു. ഈ കാലഘട്ടമാണ് പട്ടായയുടെ ലൈംഗിക വ്യവസായവുമായുള്ള ബന്ധത്തിന്റെ ആരംഭമായി വ്യാപകമായി കണക്കാക്കപ്പെടുന്നത്. ബാറുകൾ, നിശാ ക്ലബ്ബുകൾ, കടൽ വിഭവങ്ങൾ ചൂടോടെ തയ്യാറാക്കി നൽകുന്ന റെസ്റ്റോറന്റുകൾ എന്നിവ തീരദേശത്ത് പൊട്ടിമുളച്ചു. ഇത് അമേരിക്കൻ സന്ദർശകരെ മാത്രമല്ല വിദേശ സിവിലിയന്മാരെയും തായ്ലൻഡിലെ ആഭ്യന്തര ടൂറിസ്റ്റുകളെയും ആകർഷിക്കാൻ തുടങ്ങി. അക്കാലത്ത് വാക്കിംഗ് സ്ട്രീറ്റിന് പകരമുണ്ടായിരുന്നത് ദി സ്ട്രിപ്പ് എന്ന തെരുവായിരുന്നു. യുദ്ധത്തിൽ വിയറ്റ്കോങ് ഗറില്ലകളുടെ കൈകൊണ്ട് തീരും മുമ്പ് പണം എത്ര വേണമെങ്കിലും ചെലവാക്കാൻ സന്നദ്ധരായിരുന്ന അമേരിക്കൻ സൈനികരെ ലക്ഷ്യമിട്ട് സ്ട്രിപ്പിൽ ബിയർ ബാറുകൾ, ഗസ്റ്റ് ഹൗസുകൾ, മ്യൂസിക് ലോഞ്ചുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവ നിയന്ത്രണമില്ലാതെ വികസിക്കാൻ തുടങ്ങി. പട്ടായയുടെ പ്രശസ്തി വർദ്ധിച്ചതോടെ
വിനോദങ്ങളുടെ വൈവിധ്യവും വർദ്ധിച്ചു. 1980-കളിൽ ദി സ്ട്രിപ്പിൽ ക്യാബറെ പ്രകടനങ്ങളും ഡിസ്കോതെക്കുകളും ഉയർന്നു വന്നു. വാക്കിംഗ് സ്ട്രീറ്റ് എന്ന പേര് 1990-കളിലാണ് പ്രചാരത്തിലായത്. കുടിച്ചു കൂത്താടിയ അമേരിക്കൻ സൈനികർ നിയന്ത്രണമില്ലാതെ വണ്ടി ഓടിച്ച് തിരക്കേറിയ തെരുവിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചതായിരുന്നു കാരണം. പട്ടായ സിറ്റി കൗൺസിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം തെരുവ് വാഹനഗതാഗതം നിരോധിച്ച് അടച്ചിടാൻ തീരുമാനിച്ചു. ഇത് രാത്രിയിൽ കാൽനടക്കാർക്ക് മാത്രമുള്ള ഒരു മേഖലയായി മാറി. ഇത് പട്ടായയുടെ രാത്രി ജീവിതത്തിന്റെയും വിനോദ കേന്ദ്രത്തിന്റെയും കേന്ദ്രമെന്ന സ്വത്വം വാക്കിംഗ് സ്ട്രീറ്റിന് ഉറപ്പിച്ചു നൽകി. 1960 മുതൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും തായ്ലൻഡിൽ വേശ്യാവൃത്തിക്ക് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. ലോകത്തിലെ മറ്റു ചില സംസ്കാരങ്ങളെ അപേക്ഷിച്ച് സാമൂഹികമായ അംഗീകാരം ഈ തൊഴിലിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ ദേവദാസി സമ്പ്രദായം പോലെയായിരുന്നു ദ്വാരാവതി സംസ്കാരത്തിൽ വേശ്യാവൃത്തി. മൈ പെൻ റായ് എന്ന തായ് വാക്കാണ് അതിന്റെ നട്ടെല്ല്. മൈ പെൻ റായ് എന്ന വാക്കിന്റെ അർത്ഥം ഒന്നും സാരമില്ല, എല്ലാം ഓക്കെയാണ് എന്നാണ്. മറ്റെവിടെയും നിഷിദ്ധമായി കണക്കാക്കാവുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ തായ്ലൻഡിലും പട്ടായയിലും സാധൂകരിക്കപ്പെട്ടു. വീണ്ടും പറയാം, ഇതൊരു സാമാന്യവൽക്കരണമല്ല. വേശ്യാവൃത്തിയിലെ സങ്കീർണതകളെ ഇത് പൂർണ്ണമായി വിശദീകരിക്കുന്നുമില്ല. അമേരിക്കൻ സേന തായ്ലൻഡിൽ നിന്ന് പിൻവാങ്ങി. എന്നാൽ അതിനുശേഷവും പട്ടായയുടെ വിനോദത്തിനും ഉല്ലാസത്തിനുമുള്ള സ്ഥലമെന്ന പ്രശസ്തി നിലനിന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ലളിതവും പ്രാകൃതവുമായിരുന്നെങ്കിലും ആവശ്യത്തിനുള്ളതുണ്ടായിരുന്നു. ഇതിനിടെ അമേരിക്കൻ സൈനികർ പാശ്ചാത്യ ലോകത്ത് പട്ടായയുടെ കീർത്തി പ്രചരിപ്പിച്ചിരുന്നു. യൂറോപ്പിലും അമേരിക്കയിലും പട്ടായ ഒരു വിനോദത്തിനും വിശ്രമത്തിനുമുള്ള സ്ഥലമെന്ന ഖ്യാതി നേടിക്കഴിഞ്ഞിരുന്നു. അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയത് ഒരു ശൂന്യത സൃഷ്ടിച്ചെങ്കിലും അത് ക്രമേണ കൂടുതൽ വൈവിധ്യമാർന്ന സന്ദർശകരുടെ വരവോടെ നിറഞ്ഞു. 1970-കളുടെ അവസാനവും 1980-കളും ദ്രുതഗതിയിലുള്ളതും പലപ്പോഴും നിയന്ത്രണമില്ലാത്തതുമായ വികസനത്തിന് സാക്ഷ്യം വഹിച്ചു. വർദ്ധിച്ചു വരുന്ന സന്ദർശകരെ ലക്ഷ്യമിട്ട് വിവിധ വലിപ്പത്തിലും നിലവാരത്തിലുമുള്ള ഹോട്ടലുകൾ തീരദേശത്ത് ഉയർന്നു വന്നു. കൂടുതൽ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന റെസ്റ്റോറന്റുകളും ഉണ്ടായി. അമേരിക്കൻ സേനയുടെ 6-ാം കാലഘട്ടത്തിലെ അടിസ്ഥാന ബാറുകൾക്കപ്പുറം വിനോദ ഓപ്ഷനുകൾ വൈവിധ്യപൂർണ്ണമായി. എന്നിരുന്നാലും ഈ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്കൊപ്പം നിരവധി വെല്ലുവിളികളും ഉണ്ടായി. വർദ്ധിച്ചു വരുന്ന ഡിമാൻഡിനനുസരിച്ച് അടിസ്ഥാന സൗകര്യ വികസനം പിന്നോട്ട് പോയി. ഇത് ശുചിത്വം, മാലിന്യ സംസ്കരണം, വൈദ്യുതി വിതരണം എന്നിവയിൽ പ്രശ്നങ്ങൾക്കും കാരണമായി. സമഗ്രമായ ആസൂത്രണത്തിന്റെ അഭാവം ക്രമരഹിതമായ നഗരവ്യാപനത്തിനും കാരണമായി. ഒരു നല്ല നഗരഭരണകൂടത്തിനു വേണ്ടി മുറവിളികൾ ഉയർന്നു. പ്രശസ്ത മനുഷ്യസ്നേഹിയും സംരംഭകനുമായ പരിന്ന ചാവാലിത്താംറോങ് 1950-ൽ ബാലിഹൈ ജെട്ടിക്ക് സമീപമുള്ള ബാങ്ലമുങ് ജില്ലയിൽ ജില്ലാ ഭരണകൂടത്തിന് ആസ്ഥാനം പണിയാൻ ഭൂമി ദാനം ചെയ്തു. ഇത് പട്ടായയിലെ ഔപചാരിക ഭരണത്തിന് അടിത്തറയിട്ടു. 1978-ൽ പട്ടായ സിറ്റി ആക്ട് പ്രകാരം പട്ടായയ്ക്ക് ഔദ്യോഗികമായി പ്രത്യേക നഗരപദവി ലഭിച്ചു. ഇതോടെ ബാങ്ലമുങ് ജില്ലയിൽ നിന്ന് സ്വയംഭരണാധികാരമുള്ള ഒരു സ്വതന്ത്ര നഗരമായി പട്ടായ മാറി. പട്ടായയ്ക്ക് ഔദ്യോഗികമായി സ്വതന്ത്ര നഗരപദവി ലഭിച്ചത് ഒരു ചെറിയ വാസസ്ഥലത്തിൽ നിന്ന് ഒരു പ്രധാന നഗരകേന്ദ്രമായി മാറിയതിന്റെ അംഗീകാരമായിരുന്നു. ഈ ഔപചാരിക അംഗീകാരം കൂടുതൽ ഘടനാപരവും ഭരണത്തിനും വികസനാസൂത്രണത്തിനും സാധ്യത നൽകി. എന്നിരുന്നാലും ദ്രുതഗതിയിലുള്ളതും അനിയന്ത്രിതമായ വളർച്ചയാൽ രൂപപ്പെട്ട പട്ടായയുടെ അന്തർലീനമായ സ്വഭാവം പൂർണ്ണമായി മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നഗരപദവി ലഭിച്ചതിന് ശേഷമുള്ള ദശകങ്ങളിൽ പട്ടായ ഒരു ആഗോള വിനോദ കേന്ദ്രം എന്ന സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചു. കുപ്രസിദ്ധമായ വാക്കിംഗ് സ്ട്രീറ്റ് അതിന്റെ രാത്രി ജീവിതത്തിന്റെ കേന്ദ്രമായി ഉയർന്നു വന്നു. ഗോഗോ ബാറുകൾ, നിശാ ക്ലബ്ബുകൾ, ലൈവ് മ്യൂസിക് വേദികൾ, തെരുവ് കലാകാരന്മാർ തുടങ്ങി വിവിധതരം വിനോദങ്ങൾ തേടുന്ന ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ഇത് ആകർഷിച്ചു. പട്ടായയുടെ ഈ വശം അതിന്റെ ഏറ്റവും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതും പലപ്പോഴും വിവാദപരവുമായ സവിശേഷതയായി മാറുകയായിരുന്നു. ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയും ജനസംഖ്യയുടെ ഒരു വലിയ വിഭാഗത്തിന് തൊഴിൽ നൽകുന്നതിനെയും നിഷേധിക്കാനാവില്ലെങ്കിലും അതിന്റെ സാമൂഹിക ആഘാതത്തെയും ലൈംഗിക വ്യവസായവുമായി ബന്ധപ്പെട്ട ചൂഷണത്തെയും കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നു വന്നു. ആധുനിക പട്ടായയുടെ ഒരു സമ്പൂർണ്ണ ചിത്രം പൂർത്തിയാകണമെങ്കിൽ അതിന്റെ വിനോദസഞ്ചാര ഓഫറുകൾ വൈവിധ്യവൽക്കരിക്കാനുള്ള സമാന്തര ശ്രമങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ട്. കൂടുതൽ വിശാലമായ സന്ദർശകരെ ആകർഷിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ഫാമിലി ഡെസ്റ്റിനേഷൻ എന്ന ആശയത്തിലൂന്നി പട്ടായ ഇപ്പോൾ നിക്ഷേപം നടത്തുകയാണ്. സങ്കീർണമായ കരകൗശല വിദ്യകളും ദാർശനിക ആശയങ്ങളും പ്രദർശിപ്പിക്കുന്ന അതിമനോഹരമായ തടിക്ഷേത്രമായ സാങ്ച്വറി ഓഫ് ട്രൂത്ത് ഒരു പ്രധാന സാംസ്കാരിക ലാൻഡ്മാർക്കായി പട്ടായയിൽ ഉയർന്നു കഴിഞ്ഞു. പട്ടായയിൽ ഇന്ന് ലോകോത്തര ഗോൾഫ് കോഴ്സുകളുണ്ട്. ഇത് ലോകമെമ്പാടുമുള്ള ഗോൾഫ് പ്രേമികളെയും ടൂർണമെന്റുകളെയും ആകർഷിക്കുന്നുമുണ്ട്. അതിമനോഹരമായ ഭൂപ്രകൃതിയും വൈവിധ്യമാർന്ന സസ്യശേഖരവുമുള്ള നോങ്നുച്ച് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് ശാന്തമായ ഫാമിലി ഡേ ഔട്ട് വാഗ്ദാനം ചെയ്യുന്നു. വാട്ടർ പാർക്കുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, മറ്റ് വിനോദ സൗകര്യങ്ങൾ എന്നിവ രാത്രി ജീവിതത്തിനപ്പുറം കൂടുതൽ ശാന്തത തേടുന്ന കുടുംബങ്ങളെയും വിനോദസഞ്ചാരികളെയും ലക്ഷ്യമിട്ട് വികസിപ്പിച്ചെടുക്കുകയാണ് നിലവിൽ. പട്ടായ അതിന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ ശ്രമിക്കുകയാണ്. നന്ദി.